ഹായ് എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കട്ട് നോട്ട്സ് വിഭാഗത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും PSC പരീക്ഷകൾക്ക് ഇങ്ങനെ ആത്മാർത്ഥമായി തയ്യാറെടുത്തുകൊണ്ട് ഒരു സൈഡ് നടക്കുന്നുണ്ട്, നമ്മളുടെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം ഇതുപോലെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇതേപോലെ ഷെയർ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊക്കെ കാണുക. നിങ്ങളുടെ തയ്യാറെടുപ്പിനോടൊപ്പം നമ്മളുടെ ഇതിൽ വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവുക. ചിലപ്പോൾ ചോദിക്കാം, ചോദിക്കാതിരിക്കാം. എന്നിരുന്നാലും കിട്ടുന്ന ഓരോ അറിവും വിലപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇല്ല കണ്ടന്റുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികൾ. ഇതുവരെ 6 പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്. 6 പേർക്കെന്ന് വെച്ചാൽ 6 മലയാളികൾക്ക്. ഓക്കെ, 6 മലയാളികൾക്കാണ് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ചിലപ്പോൾ അങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇതുവരെ എത്ര മലയാളികൾക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടെന്ന് ചോദിക്കാം. ഓക്കെ, 6 മലയാളികൾക്കാണ് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 1965 മുതലാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത്. ആദ്യം തന്നെ കിട്ടിയത് ഒരു മലയാളിക്കാണ്, നമ്മുടെ ജി ശങ്കരക്കുറുപ്പിന് 1965 ജ്ഞാനപീഠ പുരസ്കാരം കിട്ടി. 1965 മലയാളിയായ ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കൃതിക്ക് എന്ത് കിട്ടി? ജ്ഞാനപീഠ പുരസ്കാരം കിട്ടി. അപ്പോൾ ആദ്യത്തെ 6 പേരിൽ ആദ്യത്തെ മലയാളി ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. 1965 ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കൃതിക്ക് അവാർഡ് കിട്ടി. രണ്ടാമത് 1980 ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിക്ക് ആർക്ക് കിട്ടി? എസ് കെ പൊറ്റക്കാട്. എസ് കെ പൊറ്റക്കാടിന് 1980 ജ്ഞാനപീഠ പുരസ്കാരം കിട്ടി. ജി ശങ്കരക്കുറുപ്പിന് 1965 എസ് കെ പൊറ്റക്കാടിന് 1980 ജ്ഞാനപീഠ പുരസ്കാരം കിട്ടി. അപ്പോൾ ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴലിനും കിട്ടി, എസ് കെ പൊറ്റക്കാടിന് ഏത് കൃതിക്ക് കിട്ടി? ഒരു ദേശത്തിന്റെ കഥ. ഒരു ദേശത്തിന്റെ കഥ 1980 എസ് കെ പൊറ്റക്കാടിനും കിട്ടി. അപ്പോൾ 2 മലയാളികളായി, ജി ശങ്കരക്കുറുപ്പും എസ് കെ പൊറ്റക്കാടും. ജി ശങ്കരക്കുറുപ്പിന് കിട്ടിയത് 1965 എസ് കെ പൊറ്റക്കാടിന് കിട്ടിയത് 1980. മൂന്നാമതായിട്ട് പുരസ്കാരം ലഭിച്ചത് തകഴി ശിവശങ്കരപിള്ളയ്ക്കാണ്. 1984 തകഴി ശിവശങ്കരപിള്ളയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. അത് സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡായിട്ടാണ് കിട്ടിയത്. ഓക്കെ, 1984 തകഴി ശിവശങ്കരപിള്ളയ്ക്കും പുരസ്കാരം കിട്ടി. അപ്പോൾ 3 മലയാളികളായി, ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള. ജി ശങ്കരക്കുറുപ്പ് 1965 എസ് കെ പൊറ്റക്കാട് 1980 തകഴി ശിവശങ്കരപിള്ള 1984 പുരസ്കാരം നേടി. നാലാമതായി ലഭിച്ച മലയാളി എം ടി വാസുദേവൻ നായരാണ്. 1995 എം ടി വാസുദേവൻ നായർക്കും ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ അതും സമഗ്ര സംഭാവനയ്ക്കാണ്. അപ്പോൾ 4 മലയാളികളായി, ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, എം ടി വാസുദേവൻ നായർ. ജി ശങ്കരക്കുറുപ്പിന് 1965 എസ് കെ പൊറ്റക്കാടിന് 1980 തകഴി ശിവശങ്കരപിള്ളയ്ക്ക് 1984 എം ടി വാസുദേവൻ നായർക്ക് 1995 പുരസ്കാരം കിട്ടി. അഞ്ചാമതായി കിട്ടിയ മലയാളിയാണ് ONV കുറുപ്പ്. ONV കുറുപ്പിന് 2007 ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്. 2007 ONV കുറുപ്പ് പലതവണ പരീക്ഷകൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ONV കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം ഏതാണ്? 2007. ജ്ഞാനപീഠ പുരസ്കാരത്തിൽ 5 മലയാളികളായി ആരൊക്കെ? ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി, എൻ ടി വാസുദേവൻ നായർ, ONV കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പിന് 1965 എസ് കെ പൊറ്റക്കാടിന് 1980 തകഴി ശിവശങ്കരപിള്ളയ്ക്ക് 1984 എം ടി വാസുദേവൻ നായർ 1995 ONV കുറുപ്പിന് 2007 പുരസ്കാരം ലഭിച്ചു. അവസാനമായിട്ട് നേടിയ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 അക്കിത്തത്തിന് കിട്ടുന്നത്. അപ്പോൾ അക്കിത്തത്തിന് ONVക്കും എം ടിക്കും തകഴിക്കും ഇവർക്ക് 4 പേർക്കും സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡായിട്ടാണ് ജ്ഞാനപീഠം കിട്ടിയത്. അപ്പോൾ 6 മലയാളികൾക്കാണ് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്. 6 പേരുടെ പേരുകൾ ഒന്നും കൂടെ പറയാം. ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്,
തകഴി ശിവശങ്കരപിള്ള, MD വാസുദേവൻ നായർ, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. വർഷങ്ങളും കൂടെ പറയാം. ജി ശങ്കരക്കുറുപ്പിന് 1965-ലും, SK പൊറ്റക്കാട് 1980-ലും, തകഴി ശിവശങ്കരപിള്ള 1984-ലും, MD വാസുദേവൻ നായർ 1995-ലും, ONV കുറുപ്പിന് 2007-ലും, അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് 2019-ലുമാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത് 1965-ലാണ്. ആദ്യം കിട്ടിയത് ജി ശങ്കരക്കുറുപ്പിനാണ്. ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴലിനും SK പൊറ്റക്കാടിനും ഒരു ദേശത്തിന്റെ കഥയ്ക്കും, ബാക്കി 4 പേർക്കും കിട്ടിയത് സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് നോട്ട് ചെയ്തിട്ട് പഠിക്കുക. നിങ്ങളുടെ ഡെയിലിയുള്ള പഠനത്തോടൊപ്പം നമ്മളുടെ ചാനലിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കൂടെ കണ്ടുപോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു കണ്ടന്റുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്